സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗുരുതര പരാമർശവുമായി CAG റിപ്പോർട്ട്. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തുവെന്ന് വിമർശനം. റവന്യൂ വരുമാനത്തിന്റെ 20% പലിശ നൽകാനാണ് വിനിയോഗിച്ചത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട സർക്കാർ വാദവും CAG തള്ളി. സ്വന്തം വരുമാനം മാറ്റിയാണ് കിഫ്ബി ബാധ്യതകൾ സർക്കാർ തീർക്കുന്നത് എന്ന് വിമർശനം. പരിധിയില്ലാതെ സർക്കാർ ഭൂമി പതിച്ചു നൽകിയെന്നും അർഹതയില്ലാത്തവർക്ക് ഭൂമി നൽകിയെന്നും റിപ്പോർട്ടിലുണ്ട്. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് CAG റിപ്പോർട്ടിൽ പറയുന്ന വിമർശനങ്ങൾ? വേണു, സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് സാമ്പത്തിക ഉത്തരവാദിത്ത നിയമത്തിലെ ലക്ഷ്യങ്ങൾ സർക്കാർ നേടിയിട്ടില്ല. നിജപ്പെടുത്തിയ GSTP ധനക്കമ്മി അനുപാതം അധികരിച്ചു. മൊത്തം കടത്തിന്റെ GSTPയുമായുള്ള അനുപാതം കൂടിയെന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ബാക്ക് ടു ബാക്ക് ലോൺ കടമായി പരിഗണിച്ചില്ല. സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം കുറഞ്ഞു. മഹാമാരി കാലത്ത് കാര്യമായ നികുതി പിരിവ് ഉണ്ടായില്ല. റവന്യൂ വരുമാനത്തിന്റെ 19.98% ഉപയോഗിച്ചത് പലിശയ്ക്കായിട്ടാണെന്നും ഇത് സംസ്ഥാനത്ത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണെന്നും CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കിഫ്ബിയെക്കുറിച്ചും CAG ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കിഫ്ബിയിലെ സർക്കാർ വാദം സ്വീകാര്യമല്ലെന്ന് വീണ്ടും CAG വ്യക്തമാക്കുന്നു. സ്വന്തം വരുമാനം മാറ്റിയാണ് കിഫ്ബി ബാധ്യതകൾ സർക്കാർ തീർക്കുന്നത്. കിഫ്ബിയുടെ കടമെടുപ്പ് ഓഫ് ബജറ്റ് കടമെടുപ്പല്ലെന്ന സർക്കാർ വാദമാണ് CAG തള്ളിയെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഭൂമി പതിച്ചു നൽകലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അവിടെ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നുവെന്ന് CAG ചൂണ്ടിക്കാണിക്കുന്നു. അനർഹർക്ക് ഭൂമി പതിച്ചു നൽകി, വിപണി വില ഈടാക്കിയില്ല, പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു, പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്ന വിമർശനം കൂടി CAG മുന്നോട്ട് വെക്കുന്നുണ്ട്. പാട്ടഭൂമിയുടെ അനധികൃത വിൽപ്പനകൾ തടയാൻ സർക്കാർ നടപടിയെടുത്തില്ല. പാട്ടത്തുക നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പാക്കിയില്ല. തലസ്ഥാനത്തെ 2 ക്ലബ്ബുകൾക്ക് പാട്ടത്തുക ഒഴിവാക്കിയത് 29 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തത്തിൽ വെള്ളം ചേർത്തുവെന്നും സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. വേണു, ഷഫീദ് റാവുത്തറാണ് CAG റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.